അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർക്കുള്ള ലോഗോയോ സംഘടനയുടെ പേരോ ഏത് രീതിയിലുള്ള പബ്ലിസിറ്റി ആണെങ്കിലും കൊടുത്തോട്ടെ, നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ ആ ഫോട്ടോ ആ ഫ്ലെക്സിൽ നിന്ന് മാറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വേദിയിലോട്ട് കയറുകയോ അല്ലെങ്കിൽ പ്രശ്നം അലമ്പാക്കുകയോ ഈ പരിപാടി അലമ്പാക്കുകയോ യാതൊരു തരത്തിലുള്ള ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. അത് മാറ്റുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. കാരണം അത് ശരിയായ ഒരു രീതിയല്ല, കേരള സമൂഹത്തിന് ചേർന്ന ഒരു രീതിയല്ല. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കലോത്സവം നടന്നൊരു സ്ഥലമാണ്. ആ സ്ഥലങ്ങളിലെല്ലാം ഇവിടെ സുഗമമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കലോത്സവം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. എന്നാൽ ഈ വർഷം ഒരു പുതുമ എന്ന രീതിയിൽ ഇവിടെ BJP നേതൃത്വം കൊടുക്കുന്ന NTU എന്ന് പറയുന്ന അധ്യാപക സംഘടന അവരുടെ മുഴുവൻ ഫ്ലെക്സുകളിൽ കാവിക്കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം അതിനകത്തെല്ലാം അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് SFIക്കും DYFIക്കും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എല്ലാ നാട്ടുകാരെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. രാജ്ഭവനിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കാവിക്കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം കൊണ്ടുവച്ച് ഇതിൻ്റെ പേരിൽ SFIയും DYFIയും നിരന്തരമായി സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കലോത്സവം നടക്കുമ്പോൾ ഈ അഞ്ചല് ഇത്തരത്തിലൊരു ഈ കലോത്സവത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനാണ് ഇവിടുത്തെ BJP സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘിൻ്റെ ഏകദേശം 30 ലക്ഷം അംഗങ്ങളുള്ള പ്രീ പ്രൈമറി മുതൽ PG വരെയുള്ള അധ്യാപകരുടെ സംഘടനയായ അധ്യാപനത്തെ രാഷ്ട്രസേവനമായും വിദ്യാഭ്യാസത്തെ രാഷ്ട്ര പുരോഗതിയുമായി മാത്രം കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയായതുകൊണ്ട് ഞങ്ങളുടെ സംസ്കൃതിയിൽ നിന്നും ഞങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. അത് ഏത് സംഘടിത ബലത്തിൻ്റെ ഉപയോഗിച്ചാണെങ്കിലും അധികാരത്തിൻ്റെ തിണ്ണമെടുക്ക് കാണിച്ചാണെങ്കിലും ഞങ്ങൾ ഏറ്റവും പവിത്രമായി കാണുന്ന ഈ നാട് ഇത് ഞങ്ങളുടെ അമ്മയാണ്. അതിനെ ഞങ്ങൾ അമ്മയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രതീകമെന്ന നിലയിലാണ് ഞങ്ങൾ ഭാരതാംബയെ അംഗീകരിക്കുകയും പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്.